അങ്ങനെ ഇംഗ്ലീഷ് എക്സാമും കഴിഞ്ഞ് 9-ാം തീയതി അക്കൗണ്ടൻസി എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. +1 വന്നപ്പോൾ ആദ്യമായി നമ്മൾ പഠിക്കുന്ന 10ാം ക്ലാസ് വരെ പഠിച്ച അക്കൗണ്ടൻസി ഇല്ല അല്ലേ? ആദ്യമായി പഠിച്ച ആ അക്കൗണ്ടൻസി എന്ന സബ്ജക്റ്റിലെ ഒരുപാട് ചാപ്റ്ററുകൾ, BRS, ട്രയൽ ബാലൻസ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നിങ്ങളുടെ തലയിലുണ്ടാകും. ഇത് അവസാനമായി നിങ്ങൾക്ക് ആൻസർ ചെയ്യാനുള്ള ഒരു അവസരം. ലാസ്റ്റ് ആണ്, ഫൈനൽ എക്സാം ആണ്. അത് നിങ്ങൾ എത്രയും ബെറ്റർ ആക്കി എഴുതാൻ പറ്റുമോ അത്രയും ബെറ്റർ ആക്കി എഴുതണം. അതിനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. സോ നിങ്ങൾ ആലോചിക്കുക, മാക്സിമം മാർക്ക്, നമുക്ക് പറ്റുന്നതിൽ മാക്സിമം മാർക്ക് എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. സോ ഇത്രയും കാലം നിങ്ങൾ കുറേ വേസ്റ്റ് ചെയ്തിട്ടുണ്ടാകാം, അതൊക്കെ ഓർക്കുക പോലും ചെയ്യരുത്. നമ്മുടെ മുമ്പിൽ 3 പകലുകൾ, നല്ല വൃത്തിയുള്ള 3 പകലുകളും 4 രാത്രികളുമുണ്ട്. ഓക്കെ, അതുപോലെ നമുക്ക് സമയമില്ല എന്ന് വിചാരിക്കുന്നവരൊക്കെയാണ്. നിങ്ങൾ ഒരുപാട് കാലം ഉഴപ്പിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ട്രൈ ഈ 3 ദിവസത്തേക്ക് കൊടുത്തു നോക്കൂ. ഒന്നും പഠിച്ചില്ലെങ്കിൽ പോലും ചിലപ്പോൾ അക്കൗണ്ടൻസിക്ക് A+ നിങ്ങൾ മേടിക്കും. ഓക്കെ, ജസ്റ്റ് ട്രൈ ചെയ്യുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോടാ? ഇല്ല. സോ ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയൊരു പ്ലാൻ തരികയാണ്. ഓൾറെഡി ഈ ചാപ്റ്ററിലൊക്കെ എക്സ്പെർട്ട് ആയവർക്ക് ഇത് സ്പീഡായിട്ട് കവർ ചെയ്ത് പോകാം കേട്ടോ. സോ നിങ്ങൾ ഇംഗ്ലീഷ് എക്സാം കഴിയുന്ന ദിവസം, അതായത് ഡേ 0 മാർച്ച് 5-ന് നിങ്ങൾ പറ്റുമെങ്കിൽ ആ ഇൻട്രൊഡക്ഷൻ ഒക്കെ ഒന്ന് തീർത്ത് വെക്കുക, തിയറി ടോപ്പിക്സും തീർത്ത് വെക്കുക. അന്ന് രാത്രി നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ലൈവ് ഓൾറെഡി ഉണ്ടാവും കേട്ടോ. നമ്മൾ അന്ന് രാത്രി BRS ട്രയൽ ബാലൻസും ഉള്ള ലൈവൊക്കെ ഉണ്ടാകും. ആ ലൈവ് സെപ്പറേറ്റ് ആണ്, അതെന്തായാലും നിങ്ങൾ കാണണം. അതിന് മുമ്പോ അല്ലെങ്കിൽ അതിന് ശേഷമോ നിങ്ങൾ ജസ്റ്റ് തിയറി ചാപ്റ്റേഴ്സ് ആയിട്ടുള്ള ചാപ്റ്റർ 1, 2 തീർത്ത് വെക്കുക. ചില ആളുകൾ ഈ വീഡിയോ കാണുന്നത് ചിലപ്പോൾ പിറ്റേ ദിവസമായ 6-ാം തീയതി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? അത് നിങ്ങൾ പിറ്റേ ദിവസം തന്നെ എവിടെയെങ്കിലും ഗ്യാപ്പിൽ ആ 2 ചാപ്റ്ററിന് വേണ്ടി മാറ്റി വെക്കേണ്ടി വരും. അപ്പോൾ തിയറിയാണ്, ഷോർട്ട് നോട്ട്സ് ഉപയോഗിച്ച് വായിക്കുക, എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കുക. ഇനി ടെക്സ്റ്റ് ബുക്ക് വാരി വലിച്ച് തിയറിയും പഠിച്ചുകൊണ്ടിരുന്നാൽ ലാസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടാതായി പോകും. അതുകൊണ്ട് ആദ്യം എന്ത് ചെയ്യുക, ഷോർട്ട് നോട്ട്സ് ഉപയോഗിച്ച് തിയറി ഒന്ന് പഠിക്കുക. ശേഷം ആ ചാപ്റ്ററിൽ നിന്ന് വന്ന ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് നോക്കുക. കൊല്ലമല്ലായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. ആ 2 ചാപ്റ്ററിൽ അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, അതിനുശേഷം ഡേ 1 അഥവാ മാർച്ച് 6-ന് നിങ്ങൾ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 1 and 2 കവർ ചെയ്തിരിക്കണം. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളൊരു ചാപ്റ്റർ ആണത്. ഒരിക്കലും ഇത് ലാസ്റ്റത്തൊക്കെ വെക്കരുത്. കാരണം ഇതൊക്കെ പഠിച്ചൊരു ഓർഡറിലാണ് ശരിക്കും അക്കൗണ്ടൻസി അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പം ഓർഡർ തെറ്റിക്കരുത് നിങ്ങൾ. അപ്പോൾ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 1 and 2 എന്ത് ചെയ്യുക, നല്ല വൃത്തിക്ക് കവർ ചെയ്യാൻ നിങ്ങൾ ഡേ 1 അഥവാ മാർച്ച് 1 നിങ്ങൾ ഉപയോഗിക്കണം. അതെങ്ങനെ സാർ കവർ ചെയ്യും? നമ്മുടെ തന്നെ ലൈവ് ഉണ്ട്. നമ്മുടെ മോഡൽ എക്സാം ലൈവ്, നമ്മൾ ഓൾറെഡി ഇപ്പോൾ പോയിട്ടുള്ള പബ്ലിക് എക്സാം ലൈവ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ലിങ്കുകളൊക്കെ ഞാൻ പ്ലേലിസ്റ്റ് ആയിട്ട് തരാം. നിങ്ങൾ എന്ത് ചെയ്തോളൂ, അത് കണ്ടോളൂ. ബാച്ച് സ്റ്റുഡൻ്റ് ആണെങ്കിൽ ആപ്പിലെ ക്ലാസ്സുകളും ബാച്ച് ലൈവുകളും കണ്ടോളൂ. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 1 and 2 കവർ ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ട്രയൽ ബാലൻസ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് പഠിക്കാം. സാർ എന്താ ഇത് തമ്മിലെ കണക്ഷൻ? എടാ, നിങ്ങൾ റെക്കോർഡ് ചെയ്തതാണ് ആദ്യം പഠിക്കുന്നത് അല്ലേ? ആ റെക്കോർഡ് ചെയ്ത് തെറ്റിപ്പോയാൽ അത് എങ്ങനെ തിരുത്തണം എന്നാണ് അടുത്ത ചാപ്റ്റർ. ശരിക്കും ഇതിന് അതിൽ BRS എന്ന ചാപ്റ്റർ ഉണ്ട്, പക്ഷേ അത് തമ്മിലൊരു ബന്ധമില്ല. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നത് ഇതൊരുമിച്ച് പഠിക്കുമ്പോഴായിരിക്കും. അതൊരു ബെറ്റർ പ്ലാനാണ്. നിങ്ങൾ ഓൾറെഡി നല്ല എക്സ്പേർട്ട് ആണെങ്കിൽ ഞാൻ പറയുന്ന പ്ലാൻ ഒന്നും അനുസരിക്കണം എന്നില്ല കേട്ടോ. അപ്പോൾ ഇതെന്ത് ചെയ്യുക, കണക്ട് ചെയ്ത് 2 ചാപ്റ്റർ അങ്ങ് തീർക്കുക, നല്ല വൃത്തിക്ക് തീർക്കുക. അന്ന് രാത്രി നിങ്ങൾക്ക് എജുപോർട്ടിൻ്റെ ലൈവ് ഉണ്ടാകും. എജുപോർട്ട് ലൈവ് ഇല്ലാത്ത ഒരു ദിവസം പോലും ഉണ്ടാവില്ല. ഞാൻ നിങ്ങളെ സഹായിക്കാനായിട്ട് പല ചാപ്റ്ററായിട്ട്, പല ക്വസ്റ്റ്യൻസ് ആയിട്ട്, പല ട്രിക്സ് ആയിട്ട് വരും. ഓക്കെ, അടുത്ത ശേഷം മാർച്ച് 7 ഡേ 2 അന്ന് നിങ്ങൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് 1 and 2 തീർത്തിരിക്കണം. കാരണം നിങ്ങൾ റെക്കോർഡ് ചെയ്യാൻ പഠിച്ചു, എറേഴ്സ് ഒക്കെ ചെയ്യാൻ പഠിച്ചു, ഇനി ലാസ്റ്റ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാക്കാൻ പഠിക്കണം. ഡിപ്രിസിയേഷനും പ്രൊവിഷൻ റിസർവ് എന്നുള്ള ചാപ്റ്റർ പഠിക്കണം. ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പഠിക്കണം. BRS കണ്ടോ, ഇവിടെ ഞാൻ വെച്ചേക്കുന്നു. ഈ BRS ഓൾറെഡി ലൈവിൽ ഡിസ്കഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ സ്വന്തമായി പഠിക്കുന്ന പ്ലാനാണ് ഈ മഞ്ഞയിൽ ഞാൻ പറയുന്നത് കേട്ടോ. ലൈവുകൾ നമ്മൾ തരും. ആ ലൈവൊക്കെ വെച്ച് സ്വന്തമായി ഇരുന്ന് പഠിക്കുന്ന സമയങ്ങളാണ് ഈ മഞ്ഞയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ BRS നിങ്ങൾ ഈ പറഞ്ഞ ഡേ 2-ൽ തന്നെ തീർക്കണം. അപ്പോൾ ഡേ 2 കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ എല്ലാ ചാപ്റ്ററും തീരും. അതായത് 7-ാം തീയതി ആകുമ്പോഴത്തേക്കും നിങ്ങൾ എല്ലാ ചാപ്റ്ററും പഠിച്ച് തീർക്കണം. ഓക്കെ, അപ്പോൾ സാറേ നമ്മളിപ്പോൾ ലേറ്റ് ആയിട്ടാണ് ഈ വീഡിയോ കണ്ടത്, അല്ലെങ്കിൽ ആ സമയത്ത് തീർന്നില്ല, കുറേ പെൻഡിങ് ടോപ്പിക് ഉണ്ടെങ്കിൽ അത് മാത്രം 8-ാം തീയതി മോർണിംഗിൽ, ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും പെൻഡിങ് ടോപ്പിക്സ് ഉണ്ടെങ്കിൽ 8-ാം തീയതി മോർണിംഗ് തീർക്കണം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ അതിനുശേഷം ചെയ്യേണ്ടത് PYQസും പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും. ആപ്പിലൊക്കെ ആണെങ്കിൽ നമുക്ക് ആപ്പിലൊക്കെ അവൈലബിൾ ആണ് നമ്മുടെ എജുപോർട്ടിൽ ഉള്ള കുട്ടികൾക്കൊക്കെ. അല്ലാത്തവർ മാക്സിമം എന്ത് ചെയ്യുക, പല സ്ഥലങ്ങളിൽ നിന്ന് നന്നായി കളക്ട് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യാനുള്ള മാക്സിമം ക്വസ്റ്റ്യനും. കാരണം നിങ്ങൾ എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ എക്സാം പേപ്പറിൽ പോയി എഴുതാൻ പറ്റണമെന്നില്ലടാ. നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യണം. നമ്മുടെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ, ഗോൾഡൻ ക്വസ്റ്റ്യൻ ലൈവൊക്കെ മിസ്സായവർ ആ ലൈവ് വന്ന് കണ്ട് ഓരോ ക്വസ്റ്റ്യനും എങ്ങനെയാണ് ആൻസർ ചെയ്യുന്നത്, ഏത് രീതിയിലാണ് എന്ന് കണ്ടുപഠിക്കണം. എല്ലാ ലൈവിൻ്റെ ലിങ്ക് ഞാൻ താഴെ എന്ത് ചെയ്യാം, ഇതിൽ കൊടുക്കാൻ വേണ്ടി പറയാം കേട്ടോ. അപ്പോൾ അത് കൊടുക്കുക. സോ PYQും പ്രാക്ടീസ് ക്വസ്റ്റ്യനും മാക്സിമം ചെയ്യുക. എന്നിട്ട് നിങ്ങളൊരു കംപ്ലീറ്റ് റിവിഷൻ, ഈവനിങ് ആകുമ്പോൾ ഒരു കംപ്ലീറ്റ് റിവിഷൻ ചെയ്യുക. നമ്മുടെ തന്നെ ലൈവ് അതുണ്ട്. അന്ന് നമ്മുടെ രാത്രി നമ്മുടെ ലൈവ് ഉണ്ട്. ആ ലൈവിൽ നമ്മൾ എന്ത് ചെയ്യുന്നു,
കംപ്ലീറ്റ്ലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് റിവൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കംപ്ലീറ്റ് റിവിഷൻ ഉറപ്പുവരുത്തുക. അതിനുശേഷം എക്സാമിന്റെ തലേ ദിവസം എന്താ ഞാൻ നല്ല വെള്ള അക്ഷരത്തിൽ എഴുതിയേക്കുന്നു, എൻഷുർ പ്രോപ്പർ സ്ലീപ്പ്. എടാ, അക്കൗണ്ടൻസി നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ അത്യാവശ്യം ബ്രെയിനൊക്കെ എനർജറ്റിക്കായി വർക്ക് ചെയ്യേണ്ട ഒരു എക്സാമാണ്, ഒരു തിയറി അല്ല അക്കൗണ്ടൻസി. അതുകൊണ്ട് തലേ ദിവസം നിങ്ങൾ നന്നായി ഉറങ്ങി എന്ന് ഉറപ്പുവരുത്തണം. അപ്പോൾ ഈ തലേ ദിവസം നന്നായി ഉറങ്ങണമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ പോർഷനൊക്കെ മുമ്പേ തീർക്കണം, അല്ലെങ്കിൽ തലേ ദിവസം നിങ്ങൾക്ക് ഉറക്കം വരില്ല. അപ്പോൾ മുമ്പേ പെട്ടെന്ന് തന്നെ തീർത്ത് വെച്ച് തലേ ദിവസം ഉറങ്ങാനുള്ള സമയം ഒരു 7 മുതൽ 8 മണിക്കൂർ വരെ നിങ്ങൾ തലേ ദിവസം ഉറങ്ങാനുള്ള സമയം നിങ്ങൾ എന്ത് ചെയ്യണം, മാറ്റി വെച്ചേ പറ്റൂ. കാരണം ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനൊക്കെ അക്കൗണ്ട്സ് എക്സാം അധികം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കഥയൊക്കെ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, പ്രോപ്പർ സ്ലീപ്പ് ഉറപ്പുവരുത്തുക. ശേഷം മാർച്ച് 9 രാവിലെ നമ്മുടെ റോക്കറ്റ് റിവിഷൻ ഉണ്ടാകും, അത് കാണുക. ശേഷം നിങ്ങളുടെ വക ഒരു ഷോർട്ട് റിവിഷനും ഒരു റിലാക്സേഷനും, അത്രയും മതിയടാ, കഴിഞ്ഞു. വളരെ സിമ്പിളായി നമുക്ക് എന്ത് ചെയ്യാൻ പോകും, എക്സാം എഴുതാൻ പറ്റും. അപ്പം മുഴുവൻ സിലബസും കവർ ചെയ്തു നമ്മൾ ഉറപ്പുവരുത്തണം. ആലോചിക്കുക, ഇത് നിങ്ങളുടെ ലാസ്റ്റ് ചാൻസ് ആണ്. ഇനിയും മടി പിടിച്ച് നിങ്ങൾ ഇരിക്കാനാണ് ഭാവമെങ്കിൽ അക്കൗണ്ടൻസിക്ക് നിങ്ങൾ പൊട്ടുന്നൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ അർഹിച്ച മാർക്ക് കിട്ടില്ല. നിങ്ങളെ കളിയാക്കിയവരൊക്കെ വീണ്ടും നിങ്ങളെ കളിയാക്കിക്കൊണ്ട് തന്നെ ഇരിക്കും. നിങ്ങൾ നന്നാവൂല എന്ന് പറഞ്ഞവരൊക്കെ വീണ്ടും നിങ്ങൾ നന്നാവൂല എന്ന് തന്നെ പറയും. നിങ്ങളെ ടീച്ചേഴ്സ് പുച്ഛിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും പുച്ഛിക്കും. അല്ലാതെ അതിലൊരു മാറ്റവും വരാൻ പോകുന്നില്ല നിങ്ങൾ മാറാൻ തയ്യാറല്ലെങ്കിൽ. പക്ഷെ നേരെ തിരിച്ച് ചിന്തിച്ച് നോക്കടാ, അക്കൗണ്ടൻസിക്ക് നിങ്ങൾക്ക് കഴിവില്ല, ബുദ്ധിയില്ല, മാർക്കില്ല എന്നൊക്കെ നിങ്ങൾ ആരൊക്കെ പുച്ഛിച്ച് തള്ളിയിട്ടുണ്ടെങ്കിലും ഈ 3 ദിവസം നിങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങൾ അതിൻ്റെ മാർക്ക് തിരുത്തി അല്ലെങ്കിൽ ഒരു നല്ല മാർക്ക് മേടിച്ച് ഒരു A+ അടുത്ത് മാർക്ക് മേടിച്ച് കഴിഞ്ഞാൽ ആ പറഞ്ഞതൊക്കെ മാറ്റി പറയില്ലേ? ആ പറഞ്ഞതൊക്കെ മാറ്റി പറയില്ലടാ. അങ്ങനെ മാറ്റി പറയിച്ച ഒരാളാണ് ഇന്ന് സംസാരിക്കുന്നത്. അതുകൊണ്ട് കോൺഫിഡൻസോടെ ഞാൻ പറയണമെങ്കിൽ അതിന് എനിക്കൊരു അനുഭവം ഉണ്ടാവില്ലേ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്തോളൂ, കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോയിക്കോളൂ. 3 ദിവസം നിങ്ങളുടെ മുമ്പിലുണ്ട്. ആ 3 ദിവസം വൃത്തിക്ക് പഠിച്ചോളൂ. കൂടെ സപ്പോർട്ട് ചെയ്യാൻ ഞാനുണ്ട്, ഞങ്ങളുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എൻ്റെ ചാനലുണ്ട്, വാട്സപ്പ് ചാനലുണ്ട്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഈ 3 ദിവസമല്ല, ഇനി അങ്ങോട്ടേക്ക് മൊത്തം കൂടെ ഉണ്ടാകും. ആ കുമാരിയ എഡ്യൂപോർട്ട് കൊമേഴ്സ് ടീം എന്ന വാട്സപ്പിന്റെ ചാനൽ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമന്റിലോ ഉണ്ടാകും. വേഗം പോയി ഇപ്പൊ തന്നെ ജോയിൻ ചെയ്തോളൂ, നമുക്ക് ഒന്നിച്ച് പഠിക്കാം. ഓക്കെടാ, അപ്പൊ ശരി, മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.